ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം മുംബൈയിലാണുള്ളത്. മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് ഡെക്കാൻ ക്വീൻ എക്സ്പ്രസ്സിലെ വിസ്റ്റർഡോം കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് മുംബൈ LTT റെയിൽവേ സ്റ്റേഷനാണ്, ലോകമാന്യത്തിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് സ്പേസ് സ്റ്റേഷനൊന്നുമല്ല. ഈ റൂം ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പം അവർലി ബേസ്, അതായത് ഒരു ഹോട്ടൽ റൂമായി കാണരുത്. അതായത് ഷോർട്ട് ട്രാവലേഴ്സ് ഞാൻ പറഞ്ഞില്ല, 4 മണിക്ക് പുലർച്ചെ 4 മണിക്കാണ് എത്തിയത്. 3 hours 6 hours 12 hours അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഷോർട്ട് ടേം റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ റൂം ഒന്ന് കാണാം. അപ്പോൾ ഈ ഹോട്ടൽ വരുന്നത് സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ്. ട്രെയിൻ ഇറങ്ങിയ പാട് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ ഇതാണ്, എല്ലാവരും നിലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ്. അതായത് ഒരു റൂമിൽ 2 പാർട്ടീഷൻ ഉള്ളതും 4 പാർട്ടീഷൻ ഉള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. നമുക്ക് എന്താ പറയുക, സോളോ ട്രാവലേഴ്സിനെ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ നാളെ ഇവിടുന്ന് പൂനെയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ റൂം ബുക്ക് ചെയ്തത്. അതായത് ഈ സ്റ്റേഷനിൽ തന്നെ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലൊക്കെ ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. അതായത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്, നല്ല വാഷ്റൂമും കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ഹോട്ടൽസ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടാക്സി എടുത്ത് പോകേണ്ടി വരും. പിന്നെ അതുകൂടാതെ ഹോട്ടൽസിൻ്റെ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈമിങ് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്കാണ് എത്തിയത് ഇവിടെ എത്തിയിട്ട്. പിന്നെ വൈകിട്ട് 5:15 അവിടുന്ന് ട്രെയിൻ. അപ്പോൾ 3 മണിക്ക് വെക്കേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ റൂമിൻ്റെ പുറത്ത് ഇവിടെ ഒരു മിനി ക്യാൻറ്റീൻ വരുന്നുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ആണ് വാഷ്റൂം കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ റൂംസും ഉണ്ട്. റൂം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. റൂംസ് അവർ പറഞ്ഞത് 3,000 ആണ് 24 hours. അതൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 2,500 2,000 കിട്ടിക്കഴിഞ്ഞാൽ വെർത്താണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വലിയ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ വന്നാലും ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. ഞാൻ ആ വീഡിയോയിൽ ഇത് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഇവരിപ്പോഴാണത് പറഞ്ഞത്. ഇത് ആക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടാക്സി എടുത്തു. മുംബൈൻ്റെ മെയിൻ ട്രാൻസ്പോർട്ടേഷനാണ് യെല്ലോ കളർ ടാക്സി. ഇവിടുന്ന് നേരെ താജ് ഹോട്ടലിലേക്ക് പോവാണ്. തിരിച്ചു വന്നതിന് ശേഷം നേരെ പൂനെയിലേക്ക് പോവാം, വിസ്റ്റർഡോം കോച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ താജ് ഹോട്ടല്. അന്ന് ഭീകരാക്രമണമൊക്കെ ഉണ്ടായ സ്ഥലം. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് മറ്റേ സൈഡിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല, ഭയങ്കര സെക്യൂരിറ്റിയാണ്. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഇപ്പം LTT സ്റ്റേഷന് CST സ്റ്റേഷനിലേക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൂനെയിലേക്കുള്ള ട്രെയിൻ CST സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ. ലോക്കൽ ട്രെയിൻ ഉണ്ട്. പിന്നെ ഡയറക്റ്റ്ലി മുംബൈ ടു പൂനെ. അപ്പോൾ CST റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ഡെക്കാൻ ക്വീൻ എക്സ്പ്രസ് പുറപ്പെടുന്നത്. ഈ സ്റ്റേഷനിൽ തിരക്കൊന്ന് നോക്കണം. അതായത് ഇന്ന് ലീവുള്ള ദിവസമാണ്, എന്നിട്ട് വരെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ അന്ന് ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സ്റ്റേഷൻ കൂടിയാണിത്. അപ്പോൾ ഇത്രയും തിരക്കുള്ള സ്റ്റേഷനിലാണ് അവർ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് പോയത്. അന്നത്തെ സിറ്റുവേഷൻ ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ഒരു സ്റ്റേഷനിൽ അവരെങ്ങനെ കയറി എന്നുള്ളതാണ്.
ഓക്കെ, എന്നാൽ നമുക്ക് നമ്മൾ ട്രെയിൻ നോക്കാം. 5:10 സ്റ്റേഷൻ എടുക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 9 ഇതാണ് ഡെക്കാൻ ക്വീൻ എക്സ്പ്രസ്. അപ്പോൾ CST സ്റ്റേഷനിൽ വിട്ടു. പിന്നെ ഒരുപാട് ലോക്കൽ ട്രെയിൻസ് ഉണ്ട് ഈ റൂട്ടിൽ. 11 ഓവർടേക്ക് ഇത് പോവാണ്. അപ്പോൾ കോച്ചിലെത്തി. ഇവിടെ ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ്. EV1 ആണ് കോച്ച്. അതിൻ്റെ അകത്ത് 40 ആണ് സീറ്റ് നമ്പർ. അത് ഏറ്റവും ഫ്രണ്ട് സെക്കൻഡ് റോയിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് കിട്ടിയത്. E40 ആണ് നമ്പർ. വിൻഡോ സീറ്റാണ്. നല്ല സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് റൂമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുഡ് റഷ് ഉണ്ട്. അത്രത്തോളം സ്പേസ് ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് എങ്ങനെയാണ്? വെജും നോൺ വെജും എല്ലാം അവൈലബിൾ ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഒരുപാട് ടണലുകളുണ്ട് ഈ റൂട്ടിൽ. കാർ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റാണ്. ഫുള്ള് ടണലുള്ളിൽ കൂടിയാണ് പോണത്. നൈറ്റ് ആയതുകൊണ്ട് വ്യൂ ശരിക്കും ഒന്നും കിട്ടാനില്ല. അപ്പോൾ 3 hours and 15 minutes എടുത്തു പൂനെ സ്റ്റേഷനിലെത്താൻ. മുംബൈ പോലെ തന്നെ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് പൂനെയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി കാലിക്കറ്റിലേക്ക് തിരിച്ചു പോവാണ്. ഇവിടുന്ന് 23 hours കാണിക്കുന്നത് പൂനെ ജംഗ്ഷനിൽ നിന്ന് കാലിക്കറ്റിലേക്ക്. 3rd AC ബുക്ക് ചെയ്തിട്ടുണ്ട്, പൂർണ്ണ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അത് പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പ്രസ്സാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണം. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.